പണയം വെച്ചോ വിറ്റോ എന്ത് ചെയ്തിട്ടായാലും സാരമില്ല. ആ കടം തീർക്കണം അനുപേട്ടൻ. മോളെ, ഇതെല്ലാം എൻ്റേത് തന്നെയാ. പിന്നെ ഇതൊന്നും ഞാൻ സച്ചേട്ടനോട് പറഞ്ഞിട്ടില്ല. അത് ഞാൻ സാവകാശം പറഞ്ഞോളാം. അത് വേണ്ടായിരുന്നു മോളെ. സച്ചിയെ കൂടി അറിയിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു. ചിലപ്പോൾ സച്ചിക്ക് ഇത് ഇഷ്ടമായില്ലെങ്കിലോ? സച്ചേട്ടനോട് ചോദിച്ചാൽ എനിക്ക് പൈസയായിട്ട് തന്നെ തരുമായിരുന്നു. പിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി പറഞ്ഞില്ലാന്നേ ഉള്ളൂ. ഈ കടത്തിൽ നല്ലൊരു ഭാഗം ചെലവഴിച്ചത് എൻ്റെ വിവാഹത്തിനല്ലേ. ഈ ആഭരണങ്ങളുടെ കൂട്ടത്തിൽ അനുപേട്ടൻ കടം വാങ്ങിച്ച പൈസയിൽ നിന്ന് വാങ്ങിച്ച ആഭരണങ്ങളും ഉണ്ട്. നിങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഞാൻ ആഭരണം ഇട്ട് നടന്നിട്ട് എന്താ കാര്യം? എനിക്കറിയാം ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നിനക്ക് വിഷമമുണ്ടെന്ന്. എന്നെങ്കിലും ഇതൊക്കെ ഏട്ടൻ തിരിച്ചു തരും. അതുവരെ എൻ്റെ മുമ്പിൽ ഞാൻ കടക്കാരനായിരിക്കും. അനുപേണ്ട ആവശ്യങ്ങളെക്കാളും കൂടുതൽ ഈ കുടുംബത്തിന് വേണ്ടി പൈസ ചെലവഴിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ഈ കുടുംബം തെരുവിൽ അലയുന്നത് നമുക്ക് സഹിക്കൂ? ഇന്നലത്തെ പോലെ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. എൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും ആരും ആരുടെ മുമ്പിലും തല താഴ്ത്തി നിൽക്കേണ്ടി വരരുത്. അത്രയും ഞാനിപ്പോൾ ആലോചിക്കുന്നുള്ളൂ. സച്ചേട്ടനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. സ്നേഹേ, ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചേച്ചി വരുമ്പോ ഞാനൊന്ന് പുറത്തേക്ക് പോയെന്ന് പറഞ്ഞേക്കണേ. നീ ഇതെവിടേക്കാ? ഞാൻ പോകുന്ന സ്ഥലമൊക്കെ നിനക്ക് അറിഞ്ഞാലേ പറ്റുള്ളൂ. അയ്യോ, എനിക്കൊരു നിർബന്ധമില്ലേ. അന്നത്തെ പോലെ കാണാതാവുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാവട്ടെ എന്ന് കരുതി ചോദിച്ചെന്നേ ഉള്ളൂ. ഓ, അത് പറയുന്നത് പോലെ ആരും തട്ടിക്കൊണ്ടുപോയതല്ലല്ലോ അല്ലേ? നീ എവിടെ ഒളിച്ചിരുന്നതല്ലേ? അതേടി, ഞാൻ പോയി ഒളിച്ചിരുന്നത് തന്നെയാ. അതിൽ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? നീ ആരെ കണ്ടിട്ടായി ചാടുന്നെന്നൊക്കെ എനിക്കറിയാം. ചാടി ചാടി ചട്ടിയിലാവാതിരുന്നാ നിനക്ക് കൊള്ളാം. നീ ഉദ്ദേശിച്ച അർച്ചനടുത്തിയാണെങ്കിൽ ഞാനല്ല, നീയാ ചട്ടിയിലാവാൻ പോകുന്നത്. അനഘേ, നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരു പ്രായക്കാരല്ലേ? എനിക്ക് വരെ തെറ്റാണെന്ന് തോന്നുന്ന കാര്യത്തിന് നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഞാൻ പറഞ്ഞത് സന്ദീപേട്ടന്റെ കാര്യാ. നാളിതുവരെ നിന്നോട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടേ ഇല്ല. സന്ദീപേട്ടന്റെയും മാതിരയുടെയും കാര്യം അറിയാവുന്നവരിൽ ഞാനും കൂടെ നിന്നെ ഇനി ഉപദേശിക്കാനുള്ളൂ. ഇത്ര ആളുകൾ പറഞ്ഞിട്ടും നിനക്ക് എന്താ മനസ്സിലാവാത്തെ? ഇല്ലാത്ത സ്നേഹം പിടിച്ചു വാങ്ങാൻ നീ ചെയ്തതൊക്കെ എത്രയോ തരം താഴ്ന്ന കാര്യങ്ങളാണെന്ന് ഒന്ന് ഓർത്തു നോക്കി. ഇല്ലടി, തരംതാണ കാര്യങ്ങൾ ഞാൻ ശരിക്കും ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതാണ് തരംതാണ കാര്യങ്ങൾ. നിന്നെ കൊണ്ട് ഈ മുഖത്ത് നോക്കി ഏട്ടത്തിന്ന് വിളിപ്പിച്ചില്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ വിളിച്ചോ? സന്ദീപിനെ കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അതിന്റെ ഇടയിലേക്ക് കയറി വന്നാണ്ടല്ലോ. ഇതാ ഞാൻ നിന്നോട് ഒന്നും പറയാൻ വരാത്തെ. പറഞ്ഞ പിന്നെ കണ്ണുരുട്ടലും ഭീഷണി. അവന്തി കേട്ടത്തിക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഏട്ടത്തി ഇത് എന്ത് കണ്ടിട്ടാ വാശി കാണിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അനഘ, എല്ലാരും പറയുന്ന കാര്യങ്ങൾ ഒന്നിലും നീ മനസ്സിലാക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. നീ ആദ്യം മനസ്സിലാക്കും, എന്നിട്ട് അവന്തി കേട്ടത്തിയെ പറഞ്ഞ് മനസ്സിലാക്കും. ഇനിയും അർച്ചനേട്ടത്തോട് മത്സരിച്ച് തോക്കരുതെന്ന് നീ തന്നെ ഏട്ടത്തിയോട് പറഞ്ഞ് മനസ്സിലാക്കും.
എല്ലാവരും കൂടെ മത്സരിച്ച് എന്റെ ഏട്ടന്റെയും ഈ വീടിന്റെയും സമാധാനം കളയരുതെന്ന് ഒരു അപേക്ഷ എനിക്കുണ്ട്. കഴിഞ്ഞോ നിന്റെ പ്രസംഗ ഉപദേശമൊക്കെ? നിനക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നീ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നെ ഇവളെ അല്ല. നീ തങ്കത്തി പൊതിഞ്ഞ് മനസ്സിൽ കൊണ്ടു കിടക്കുന്ന വേറൊരുത്തിയില്ലേ, അർച്ചന, അവളെയാ. ഏട്ടത്തി, ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല. അന്നകയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണെങ്കിലും മനസ്സിലായിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ ആരടി ഇവളെ ഉപദേശിക്കാൻ? എവിടെന്നോ വലിഞ്ഞു കയറി വന്നവളുടെ വാലെ തൂങ്ങി നടക്കുന്ന നിനക്ക് എന്ത് യോഗ്യതയുണ്ടതിന്? അവള് പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ അതുപോലെ ഇവിടെ വന്ന് പറയാൻ നിന്നാലുണ്ടല്ലോ. അർച്ചനടുത്ത് എവിടുന്ന് വലിഞ്ഞു കയറി വന്നാലും എന്റെ ഏട്ടത്തി തന്നെയാ. അവന്തി കെട്ടത്തിയെ പോലെ തന്നെയാ എനിക്ക് അർച്ചനടുത്തി. പിന്നൊരു വ്യത്യാസമുള്ളത്, അവന്തി കെട്ടത്തേക്കാളും കൂടുതൽ സ്നേഹം അർച്ചനടുത്തേക്ക് എന്നോടുണ്ടെന്നുള്ളതാ. അർച്ചനടുത്ത് എന്ത് ചെയ്താലും അത് ഈ കുടുംബത്തിന്റെ നല്ലതിനാകും. അതുകൊണ്ട് ഏത് കാര്യത്തിനും ഞാൻ അർച്ചനടുത്തിനൊപ്പം നിൽക്കുള്ളൂ. ഈ കൈ ഞാനൊന്ന് അമർത്തിയാ ഈ കിളുന്ത് പ്രായത്തിലെ തീർന്നു പോന്നീ. ഇനി ഒരു തവണ കൂടി എന്റെ മുന്നിൽ നിന്ന് എനിക്കെതിരെ സംസാരിച്ചാലുണ്ടല്ലോ, ആ നാവ് പുറത്തേക്ക് വലിച്ചിടും ഞാൻ. കേട്ടോടി? ഇനി ഇവൾ ഇമാതിരി ഉപദേശം കൊണ്ട് വന്നാ തലമുടിയെ ചുറ്റിപ്പിടിച്ച് ചുമരിലേക്ക് അടിച്ചേക്കണേ അവളെ. ചേച്ചി ഞാനിന്ന് പുറത്തു പോയിട്ട് വരാവേ. അനൂപേ, നീ ഇത് വിൽക്കണ്ട, പണയം വെച്ചാ മതി. നമ്മളായിട്ട് അവക്കാകെ ഉണ്ടാക്കി കൊടുത്തതായത്. എന്തൊക്കെ പറഞ്ഞാലും അവക്ക് നല്ല വിഷമം കാണും. പണയം വെച്ചിട്ട് തികഞ്ഞില്ലെങ്കിൽ അമ്മയുടെ ആതിരയും കയ്യിലും കഴുത്തിലും ഉള്ളത് വിൽക്കാം. നമസ്കാരം ദയാനന്ദ മാഷേ. അനൂപേ. ചേട്ടാ, ഞാൻ കാശിൻ്റെ ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. ഇതാ, ഇതിനകത്ത് അനിയത്തിയുടെ കുറച്ച് ആഭരണങ്ങളാണ്. ഇതൊന്ന് പണയം വെക്കേണ്ട താമസം, അത്രേ ഉള്ളൂ. അതുവരെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അയ്യോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. ഉണ്ടായ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി വന്നതാ. മാഡമാണോ നെല്ലിശ്ശേരിയിലെ? അതെ. മാഡം ഇന്നലെ ഏറ്റുപോയപ്പോ തന്നെ എനിക്ക് വിശ്വാസമായി എന്റെ കാശ് എനിക്ക് കിട്ടുമെന്ന്. എന്താ? പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാരോടുമായിട്ട് ക്ഷമ പറയാ. ഇന്നലെ ഞാൻ വാവിട്ട് എന്തൊക്കെയോ പറഞ്ഞുപോയി. അതിന് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം.
നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്റെ ഏട്ടൻ വാങ്ങിയ പണം തന്നാ കടം തീരും. അതിന്റെ പേരിൽ ഓരോന്നും വിളിച്ചു പറഞ്ഞിട്ട് ക്ഷമ പറഞ്ഞാ അത് കേട്ടവർക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റണമെന്നില്ല. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും നിവർത്തിയുടെ ഒക്കെ. എൻ്റെ മോൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചു, പക്ഷെ അത് തരാൻ വൈകി എന്നുള്ളത് നേര് തന്നെയാണ്. അതിന് നിങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ അല്പം ക്രൂരമായി പോയി. എൻ്റെ മകനോടെന്നല്ല, ആരോടും ധനപാലൻ ഇനി അങ്ങനെ പറയരുത്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ടല്ലേ ഞാൻ ക്ഷമ പറഞ്ഞത്. ഇനി ക്ഷമയൊന്നും പറയേണ്ട ധനവാലേട്ടാ. ഇന്നുകൊണ്ട് ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. ചേട്ടൻ ഇവിടെ നിൽക്കേ, ഞാൻ പോയിട്ട് വരാം. അനൂപ് എവിടെ പോന്നു? ഞാൻ പറഞ്ഞില്ലേ, ഈ ആഭരണങ്ങൾ പണയം വെച്ചിട്ട് വേണം ചേട്ടന് പൈസ തരാൻ. അയ്യോ, എനിക്ക് കാശ് വേണ്ട. കാശ് വാങ്ങാനല്ല ഞാൻ വന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അനുപേട്ടൻ ചെല്ല്. ഇദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മനമാറ്റത്തിൽ കാലാവധി നീട്ടിത്തന്നാലും നാളെ ഒരു സമയം നമ്മൾ ഇതുപോലെ ഒന്ന് വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് തന്നെ ആ കടങ്ങ് തീരട്ടെ. നിങ്ങൾ എല്ലാരും ഞാൻ പറയുന്നത് കൂടെ ഒന്ന് മനസ്സിലാക്ക്. അനൂപ് എനിക്ക് തരാനുണ്ടായിരുന്ന മുതലും പലിശയും കിട്ടി. ആ കാര്യവും പറഞ്ഞ് നിങ്ങളോടൊരു ക്ഷമയും പറഞ്ഞിട്ട് പോവാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? എന്റെ പൈസ വേറൊരാൾ തന്നോ? അതാര്? സാറിന്റെ ഭാര്യ ഏറ്റപ്പോ തന്നെ എനിക്ക് അറിയായിരുന്നു ഇത് ഇന്ന് തന്നെ എന്റെ കൈ കിട്ടുമെന്ന്. ആ അനൂപ് എന്ന് പറയുന്നവൻ സാറിന്റെ അളിയനാണെന്ന് നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പരിഹരിക്കാമായിരുന്നു. പ്രശ്നം? എന്ത് പ്രശ്നം? അത് പിന്നെ സാറേ, ഈ കാശ് തരാനുള്ളവരുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ചില നമ്പറുകളൊക്കെ ഇറക്കും. നാണം കെടുത്തിയോ പേടിപ്പിച്ചോ കാശ് കിട്ടണോന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാ. ചിലപ്പോ അതിര് വിട്ടൊക്കെ സംസാരിക്കേണ്ടി വരും. അങ്ങനെ സാറിന്റെ സംബന്ധ വീട്ടിൽ ചെന്ന് എനിക്ക് ചിലത് പറയേണ്ടി വന്നു. അത് ഞങ്ങള് പലിശക്കാരുടെ ഒരു രീതിയാ. അയ്യോ, ഇത് എന്റെയും രീതിയാ. എനിക്ക് വേണ്ടപ്പെട്ടവരെ വേദനിപ്പിച്ച ഇങ്ങനെ ചെയ്യുന്നതാണ് എന്റെ രീതി. ഇപ്പൊ തന്നെ വൃന്ദാവനം വീട്ടിലേക്ക് ചെന്ന് ഇന്നലെ പറഞ്ഞതിനും കാണിച്ചതിനും ഒക്കെ മാപ്പ് പറഞ്ഞോണം. ശരി. പിന്നെ ഈ പണം ആര് തന്നെന്ന് ചോദിച്ചാ ഞാനാണെന്ന് പറയുകയും വേണ്ട, മനസ്സിലായോ? ഓ, കൂടുതൽ ആളുകളെ ബുദ്ധിമുട്ടിച്ച ഓപ്പറേഷൻ കുബേര എന്ന പേരിൽ അകത്ത് കിടക്കും താൻ. ഞാൻ തരാനുള്ള പൈസ ആരാ തന്നെന്ന് ചേട്ടൻ പറഞ്ഞില്ലല്ലോ. ആ രഹസ്യം ആരോടും പറയരുതെന്നാ തന്നയാള് പറഞ്ഞത്. കാശിന്റെ ഇടപാടുകാർക്ക് ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടി വരും. പ്രത്യേകിച്ച് പറയരുതെന്ന് പറഞ്ഞ് എന്നെ കാശ് ഏൽപ്പിച്ചതുകൊണ്ട് ആ കാര്യം ഞാൻ ആരോടും പറയില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടും ദാ എവിടെ തീർന്നു. സൗകര്യം പോലെ അനൂപ് വീട്ടിലേക്ക് വന്നാ മതി. ഒപ്പിട്ട് തന്ന കടലാസുകളൊക്കെ ഞാൻ തിരികെ തന്നേക്കാം. ഇനിയും കാശിന് ആവശ്യം വന്നാ ധനപാലേട്ടന്റെ അടുത്തേക്ക് വന്നാ മതി. എത്രയാ വേണ്ടേന്ന് പറഞ്ഞാ അപ്പ റെഡി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നാലും ആരായിരിക്കും നമ്മളെ ഇത്രയ്ക്കൊക്കെ സഹായിക്കാൻ? ഇനി എന്റെ വീട്ടിലുള്ളവരും വല്ലതും ആണോ എന്തോ? അല്ല, പറയാൻ പറ്റില്ല. അനുപേട്ട, ഈ പൈസയുടെ കാര്യം അനുപേണ്ണ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, അതാ ഞാനും ആലോചിക്കുന്നത്.
ഇത്രയും പൈസ കൊടുക്കാനും മാത്രം? ആരായാലും നമ്മൾ അറിയുമല്ലോ. ആ തൽക്കാലത്തേക്കെങ്കിലും നമ്മളൊന്ന് രക്ഷപ്പെട്ടില്ലേ? അതെ, നമ്മുടെ വിഷമം കണ്ട് ഈശ്വരനായി അയച്ച ആരോ ആവും. എന്തായാലും മോളുടെ ആഭരണങ്ങളൊന്നും പണയം വെക്കേണ്ടതായിട്ട് വന്നില്ലല്ലോ. അതൊരു ഭാഗ്യമായി. അങ്ങനെ ഒരു ആശ്വാസത്തിലേക്ക് പോകാൻ വരട്ടെ അച്ഛാ. ആരാണ് പൈസ കൊടുത്തതെന്ന് നമുക്കറിയില്ലല്ലോ. ആരായാലും കണ്ടുപിടിച്ച് നമുക്ക് തിരിച്ചേൽപ്പിക്കണം. ഇനി ഈ പണത്തിന്റെ പേരിൽ ഈ വീട്ടുമുറ്റത്ത് ആരും വരരുത്. മോളെ, എന്റെ ആഭരണങ്ങൾ എപ്പോൾ ആവശ്യം വന്നാലും അനുപേട്ടൻ ചോദിച്ചാൽ മതി, ഞാൻ തരാം. പക്ഷേ എനിക്കറിയണം നമ്മളിപ്പോൾ ഈ സഹായിച്ചത് ആരാണെന്ന്. അനുപേട്ട, കഴിക്കാൻ എടുക്കട്ടെ? കുറച്ചുകൂടി കഴിയട്ടെ. പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ? ഇനി എന്തിനാ പട്ടിണിയിരിക്കുന്നത്? അതെങ്ങനെയാ പ്രശ്നങ്ങളെല്ലാം തീരുന്നത്? എനിക്ക് വേണ്ടി പണം മുടക്കിയത് ആരാണെന്ന് അറിയണ്ടേ? ആ, അപ്പൊ ഇതുവരെ അനുപേട്ടനത് മനസ്സിലായില്ലേ? ആദ്യം എനിക്ക് ഈ സംശയം ഉണ്ടായിരുന്നു. പിന്നീട് ആലോചിച്ചപ്പോഴാ ഇതിന്റെ പുറകിൽ ആരാന്ന് എനിക്ക് മനസ്സിലായത്. ഇത്രയും പൈസ മുടക്കി നമ്മുടെ കുടുംബത്തെയും അനൂപേട്ടനെയും രക്ഷിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഇപ്പോ ഒരേ ഒരാളേ ഉള്ളൂ. ആ ആളിന്റെ പേര് അവന്തികാന്ന. അതെ, നെല്ലിശ്ശേരിയിലെ അവന്തിക തന്നെ. അവക്കെന്തോ നമ്മുടെ ഈ കുടുംബത്തോട് പ്രത്യേക ഒരു ഇഷ്ടം. അവന്തിക പറഞ്ഞോ അവരാ പൈസ കൊടുത്തെന്ന്? പറഞ്ഞില്ല, പക്ഷെ എനിക്കറിയാം. അനൂപേട്ടൻ വഴക്കുണ്ടാക്കുമെന്ന് കരുതിയാവും പേര് വെളിപ്പെടുത്തണ്ടെന്ന് അയാളോട് അവന്തിക പറഞ്ഞേൽപ്പിച്ചത്. അവരൊരു വല്ലാത്ത സ്ത്രീ അനൂപേട്ട. സ്നേഹവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ആവോളം ഉണ്ട് അവന്തികയ്ക്ക്. അല്ലെങ്കിൽ അനൂപേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് നെല്ലിശ്ശേരി പോയി അനൂപേട്ടൻ അവന്തികയോട് ഇനി ഒരു സഹായവും വേണ്ടെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടും അവർ പിന്നെ നമ്മളെ സഹായിക്കോ? മറ്റൊരാൾക്ക് വേണ്ടി 100 രൂപ ചെലവാക്കിയ അത് നാടടക്കം പരസ്യം ചെയ്യുന്നവരാ ഇപ്പോഴത്തെ ആൾക്കാർ മുഴുവനും. ഒരു ബന്ധുവായ അനൂപേട്ടന് കണ്ണും പൂട്ടി 9 ലക്ഷം രൂപ തരണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാ പറയുന്നത്, ആരെയും മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തരുതെന്ന്. അവരുടെ ആ സഹായം എനിക്ക് വേണ്ടെങ്കിലോ? നീ അവന്തിയെ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നും കാണാതെ മറ്റൊന്ന് ചെയ്യുന്ന സ്ത്രീയല്ല അവര്. അതുകൊണ്ട് നീ അവന്തിയെ വിളിക്ക്. എന്നിട്ട് ഇതിന്റെയൊക്കെ പിന്നിൽ അവരാണെങ്കിൽ ഇന്ന് തന്നെ ആ പൈസ തിരിച്ചു കൊടുക്കാന്ന് പറയും. പറയാം, പക്ഷെ അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിഞ്ഞാ കൊള്ളാം. തിരിച്ചു കൊടുക്കാൻ പോകുന്ന പൈസ എവിടുന്നാ? അനുപേട്ടന്റെ കയ്യിലുണ്ടോ പൈസ? ഇല്ല. അർച്ചനയുടെ ആഭരണം പണയം വെച്ചോ വിറ്റോ കൊടുക്കണം. സച്ചി അറിയാതെ അർച്ചന കൊണ്ടുവന്ന ആഭരണങ്ങളാ അത്. ഇന്നോ നാളെയോ അവൻ ഇത് അറിയുമ്പോ ഏത് രീതിയിൽ പ്രതികരിക്കുന്ന അനുപേട്ടൻ അറിയോ? സച്ചി വന്ന ആഭരണങ്ങളൊക്കെ തിരിച്ചു ചോദിച്ചാ? നീ പറയുന്നതൊക്കെ ശരി തന്നെയാ. പക്ഷെ അവന്തിക്ക് എന്തുദ്ദേശത്തോടെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എന്തുദ്ദേശം? അനൂപേട്ടൻ പറഞ്ഞ ആ ഉദ്ദേശം ആതിരയുടെ കാര്യമാണെങ്കിൽ അതിന് 9 ലക്ഷം രൂപയുടെ ചെലവില്ല അവന്തികയ്ക്ക്. നടക്കാത്ത സന്ദീപിന്റെയും ആതിരയുടെയും കാര്യം ആതിര പോലും മറന്ന മട്ട. പിന്നെയാ 100 കൂട്ടം കാര്യങ്ങളുള്ള അവന്തിക അത് ഓർത്തോണ്ടിരിക്കുന്നത്. അവന്തികയാണ് നമ്മളെ സഹായിച്ചതെന്ന് വേറെ ആർക്കും അറിയില്ല. അതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിപ്പോ അർച്ചനയായാലും അവന്തികയായാലും ഇനി മറ്റാരെങ്കിലും ആയാലും എപ്പോഴായാലും നമ്മൾ ഇത് തിരിച്ചു കൊടുക്കണം. നമുക്ക് കൊടുക്കാനുള്ള പാങ്ങുണ്ടാവുമ്പോ നമ്മളത് അവന്തികയ്ക്ക് കൊടുത്താ പോരെ?